എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? സുഖം തന്നെ. വീടൊക്കെ വീടൊക്കെ വെച്ച് വെച്ചോ? ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയില് നമ്മുടെ കേരളപുരത്താണ് ജോലിയുള്ളത്. എന്താ സ്പീഡ് നോക്കേ. നിമിഷം കൊണ്ടാവും, ഒരു മിനിറ്റ് പോലും എടുത്തില്ലല്ലേ? ഒരു മിനിറ്റ് പോലും എടുത്തില്ല. നല്ല ക്വാണ്ടിറ്റിയിൽ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇത്തവണയും ഞങ്ങളുടെ ഗൗരിക്കുട്ടിയുടെ അടുത്തേക്കാണ് എത്തിയിരുന്നത്. ഗൗരിയെ നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ വർഷം തരംഗമായി മാറിയ നമ്മുടെ ഗൗരിക്കുട്ടി. ഗൗരി സുഖാണോ? എന്തുണ്ട് വിശേഷം? സുഖം ആണല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? വെക്കേഷൻ ആയിട്ട് വീണ്ടും പരിപാടി തുടങ്ങി ആണല്ലേ? ഓക്കെ. അപ്പൊ രാവിലെ മുതൽ ഇങ്ങനെ നല്ല ദാഹശമനികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തുവാ? ആണോ? ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാമോ? എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? സുഖം തന്നെ. വീടൊക്കെ വീടൊക്കെ വെച്ച് വെച്ചോ? വേറെന്തൊക്കെയാ? പ്രത്യേക രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് പറയുന്നത്. നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയില് നമ്മുടെ കേരളപുരത്താണ് ജോലിയുള്ളത്. അപ്പൊ ജോലിയുടെ സ്പീഡിനുള്ള നമ്മുടെ ഈ ഒരു സോഡ ലൈമിന്റെ റെസിപ്പികളാണ്. ശരിക്കും ഇത് എന്തൊക്കെയാ ചേർക്കുന്നത് ഗൗരി? ഇഞ്ചിയും മുളകും പിന്നെ പഞ്ചസാര പനി ഉപ്പും. സോഡല്ലേ? എന്താ സ്പീഡ് നോക്കേ. നിമിഷം കൊണ്ടാവും, ഒരു മിനിറ്റ് പോലും എടുത്തില്ലല്ലേ? ഒരു മിനിറ്റ് പോലും എടുത്തില്ല. നല്ല ക്വാണ്ടിറ്റിയിൽ ആദ്യം ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ്. പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊടയൊക്കെ ടിക്കറ്റ് പോയോ? കാറ്റടിക്കുമ്പോ ഗൗരിയുടെ കൊടയൊക്കെ ശരിക്കും പറഞ്ഞാൽ സമയമാണ്. ഇങ്ങനെ കണ്ടില്ലേ നോക്കി എല്ലാം അങ്ങ് പോവോ അല്ലേ? കൊട വേണ്ട നമുക്ക്? കൊട മേടിക്കണം അല്ലേ? നമ്മുടെ ആവശ്യം പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊടയാണ്. ഒരു വെയിലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ അമ്മയും മോളും കൂടി ഇവിടെ നിന്ന് നാരങ്ങ വെള്ളവും അതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് അമ്മയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഗൗരിയാണെങ്കിൽ അമ്മയേക്കാൾ കിടിലമായിട്ട് നല്ല സ്പീഡിനാണ് ഗൗരിയുടെ ജോലി നടക്കുക. നമുക്ക് ഗൗരിയുടെ അമ്മയോട് ചോദിക്കാം. ഹലോ, സുഖമാണോ? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണല്ലേ? ഓക്കെ. എന്തുണ്ട് വിശേഷം? കഴിഞ്ഞ വർഷം കാണുമ്പോ കണ്ണുകൾ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞീറനടിഞ്ഞൊരവസ്ഥയായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ്, സന്തോഷാണ്. ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ആണോ? ഇപ്പൊ പൊതിച്ചോറിന്റെ പരിപാടിയുണ്ട്. ഇപ്പം അതുപോലെ മാത്രമല്ല നമ്മുടെ ഗൗരിക്കുട്ടിയുടെ വക സ്പെഷ്യൽ സോഡ ലൈമുണ്ട്. പിന്നെ അപ്പൊ നമ്മളെ പൊതിച്ചോറൊക്കെ എങ്ങനെയാ വില? 80 രൂപ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. രണ്ടുകൂടെ കഴിക്കാം അല്ലേ? അതെ, പണിക്കാർക്ക് വേണ്ടി പണിക്കാർക്ക് തോനയിടും. ഓക്കെ ഓക്കെ. നല്ല ക്വാണ്ടിറ്റിയിൽ ചോറും ഒക്കെ ഉണ്ട്. 80 രൂപയ്ക്ക് വറുത്ത മീനൊക്കെ ഉണ്ടോ? മീൻകറി, ചാറ്, പിന്നെ ചാളക്കറിയുണ്ട്. അപ്പൊ എല്ലാ സ്പെഷ്യൽ സാധനമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഗൗരി വെക്കേഷൻ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി? രാവിലെ ഞാൻ പൊടി ഇടുമ്പോഴത്തേന് അവള് കട വന്ന് തുറന്ന് എല്ലാം ഇറക്കി ആകുമ്പോഴത്തേനും ഞാൻ ചോറ് വന്നു. ശരി. ഗൗരി ഇന്ന് ഭയങ്കര സൈലന്റ് ആണ്. ഗൗരി അന്നും ഒന്നും മിണ്ടത്തില്ല, എപ്പോഴും. എന്നാലും പറ, രാവിലെ ഗൗരിയുടെ ജോലി എന്തൊക്കെയാ ഇവിടെ? ഇപ്പൊ കടയൊക്കെ തുറന്ന് ഇതൊക്കെ വെക്കുമ്പോ അമ്മ വരും. പിന്നെ ചോറ് വിൽക്കാൻ തോന്നും. ഗൗരിയുടെ ചോറ് മേടിക്കാൻ ആൾക്കാരൊക്കെ വരാറുണ്ടോ? സ്ഥിരമാണുണ്ട്. ജോലിക്ക് വന്ന് മാമ. അപ്പൊ രാവിലെ അമ്മയെ സഹായിക്കോ? പൊതിയാനൊക്കെ സഹായിക്കും. ശരിക്കും ഒരു മിനിറ്റ് കൊണ്ട് നല്ല ഗംഭീരമായിട്ട് കിടിലമായിട്ടൊരു നാരങ്ങ സോഡ ഉണ്ടാക്കിയ ആൾക്ക് ഏതായാലും വീട്ടിൽ സഹായിക്കാൻ പറ്റുമായിരിക്കല്ലോ അല്ലേ? അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ? പാല് വെച്ചൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നു? ഫ്രണ്ട്സൊക്കെ അവർക്കൊക്കെ സന്തോഷമാണ്. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാല് വൈറലായി. എന്താണ് ശരിക്കും ഇനിയുള്ള ആഗ്രഹം?
നമ്മുടെ വീട് വെക്കാൻ എവിടെ നിന്നൊക്കെയായിരുന്നു സഹായങ്ങളൊക്കെ കിട്ടിയത്? സ്കൂളിൽ നിന്ന് ബാക്കി മെയിൻ്റെനൻസ് പണി ചെയ്തതാണ്. പിന്നെ പമ്പിലെ അവിടുത്തെ മോനാണ് ഞങ്ങൾക്ക് ടൈലെടുത്തത്. ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിരുന്നു. ജോലിയുടെ ഈ ഒരു സോഡാ ലൈമിന്റെ വിൽപ്പന കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരേ സമയം സന്തോഷവും ഒരേ സമയം സങ്കടവും തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഈ നോക്കി ഈ കൊടയൊക്കെ കീറി പറഞ്ഞൊരു അവസ്ഥയിലാണ് ശരിക്കും. എങ്കിൽ പോലും അതിനകത്ത് നിന്നുകൊണ്ട് അമ്മയും മോളും കൂടി ഒരു സമ്പാദിക്കുന്ന അല്ലെങ്കിൽ അമ്മയും മോളും കൂടി സ്വരുക്കൂട്ടുന്ന ചില കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, സങ്കടം തോന്നും ചില സമയത്ത്. അപ്പോൾ ഏതായാലും നമുക്ക് ഏതായാലും ഗൗരിക്കുട്ടിയുടെ വിശേഷങ്ങളാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഈ ഒരു കടയിലെത്തുക, ഗൗരിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുക. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബില്യൻസ് മിസ് മാൻസ്.